Alhamdulillah Rabbil Alameen. Assalatu wassalam ala Rasulillah amma ba'd. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്കറിയാം, പുണ്യങ്ങളുടെ മാസമായ റമളാൻ കടന്നുപോയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഈദുൽ ഫിത്തറാണ് ആഘോഷിക്കുന്നത്. റമളാൻ കടന്നു പോകുമ്പോൾ, ഈദുൽ ഫിത്തറിലോട്ട് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചിന്തിക്കേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത്? നമുക്കറിയാം, റമളാൻ മാസത്തിൽ നമ്മൾ സദക്ക കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ റഷ് ചെയ്തിരുന്നു, അല്ലേ? അവസാന സമയമാവുമ്പോൾ ഒക്കെ നമ്മൾ സദക്ക കുറേ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരുന്നു. നമ്മൾ റമളാൻ മാസം തീരുമ്പോഴും സദക്ക കൊടുക്കുന്ന ആ ഒരു ഹാബിറ്റ് നിർത്താൻ പാടില്ല. അതിനായിട്ടൊരു മോട്ടിവേഷന് വേണ്ടിയിട്ട് അള്ളാഹു സൂറ അൽ ഹദീദിലെ 11-ാമത്തെ ആയത്തിൽ പറയുകയാണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൻ സല്ലസീ യുഖ്രിദുല്ലാഹ ഖർദൻ ഹസനൻ ഫയുദാഇഫഹു ലഹു വലഹു അജ്റുൻ കരീം. എന്താണ് അതിൻ്റെ അർത്ഥം എന്നറിയാമോ? ആരുണ്ട് അള്ളാഹുവിന് ഒരു നല്ല കടം കൊടുക്കുവാൻ, എങ്കിൽ അവനത് അയാൾക്ക് വേണ്ടി ഇരട്ടിപ്പിക്കുന്നതാണ്. അയാൾക്കാണ് മാന്യമായ പ്രതിഫലമുള്ളത്. അള്ളാഹു ഇതിൽ എങ്ങനെയാണ് നമുക്കൊരു മോട്ടിവേഷൻ തരുന്നത്? അള്ളാഹുവിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കടം കൊടുക്കുകയാണെന്ന് വെക്കുക. അതെങ്ങനെയാച്ചാവാലോ? അള്ളാഹു പറയുകയാണ്, ഒരാൾക്ക് നമ്മൾ സദക്ക കൊടുക്കുകയാണെങ്കിൽ ആദ്യം അത് വാങ്ങുന്ന കൈ അള്ളാഹുവിൻ്റെതാകും എന്ന്. അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ, അള്ളാഹുവിന് ആരെങ്കിലും ഒരു കടം കൊടുത്തു കഴിഞ്ഞാൽ അത് ഇരട്ടിയായിട്ട് നമുക്ക് കിട്ടുന്നതാണ്, അല്ലേ? അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് ഒരു നല്ല കർമ്മം ചെയ്യുകയാണെന്ന് വെക്കുക, നമ്മൾ എന്തെങ്കിലും സദക്ക ചെയ്യുകയാണെന്ന് വെക്കുക, നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുകയാണെന്ന് വെക്കുക, എന്താണ് ഉണ്ടാവുക? അത് ഇരട്ടിയായിട്ട് നമ്മൾക്ക് എങ്ങനെങ്കിലും പ്രതിഫലമായിട്ടോ അല്ലെങ്കിൽ ഈ ദുനിയാവിൽ എന്തെങ്കിലും നമുക്ക് പറ്റുന്നൊരു സംഭവമായിട്ടോ തിരിച്ചു കിട്ടുന്നതാണ്. അൽഹംദുലില്ലാ. പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു സംഭവം, റമളാൻ മാസത്തിൽ നമ്മൾ വളരെ അച്ചടക്കത്തോടെ, അല്ലേ, ഒരു ചീത്ത കാര്യങ്ങളിലോട്ടൊന്നും പോകാതെ നമ്മുടെ നോമ്പ് മുറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെയധികം അച്ചടക്കത്തോടെ നമ്മൾ ഇരുന്നിരുന്നു. ഈ ഒരു ഹാബിറ്റ് നമ്മൾ റമളാൻ മാസത്തിൻ്റെ ശേഷവും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈമാൻ വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടാവുക. നമ്മൾക്കറിയാം, ഈദുൽ ഫിത്തർ ആഹ്ലാദത്തിൻ്റെയും അർമാദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ഒരു ദിവസമാണ് എന്ന്. പക്ഷേ അത് വല്ലാണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മാസത്തിൽ നമ്മൾ നോറ്റ ഓരോ കാര്യങ്ങളും, നമ്മൾ കഠിനമായിട്ട് പ്രയത്നിച്ച ഓരോ കാര്യങ്ങളും, ഈ ഒരു നല്ല കാര്യങ്ങളൊക്കെ പാഴായി പോകുന്നതാണ്. അപ്പോൾ എല്ലാം ഒരു മിതമായി നമ്മൾ കീപ്പ് ചെയ്തിട്ട് ഒരു മോഡറേറ്റ് വേയിലൂടെ ആയിരിക്കണം നമ്മൾ പോകേണ്ടത്. ഇൻഷാ അല്ലാഹ്, ഇത്ര മാത്രമാണ് എനിക്ക് ഈ ഒരു ദിവസത്തിൽ പറയാനുള്ളത്. എല്ലാവരോടും ഈദ് മുബാറക്. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.